ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സംരക്ഷകനായി കുടികൊള്ളുന്ന ചിങ്ങൻചിറയിലെ കറുപ്പസ്വാമി. ചിങ്ങൻചിറ കാവിലെ ആരാധനാമൂർത്തിയാണ് കറുപ്പുസ്വാമി. കറുപ്പുസ്വാമിക്ക് കട്ടി മീശയുണ്ടാവും, നല്ല ഉണ്ട കണ്ണായിരിക്കും, പിന്നെ കയ്യിലൊരു വാളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രൂപം എല്ലാവരും വർണ്ണിക്കുന്നത്. ഏതൊരു ആഗ്രഹവും നമുക്ക് ഇവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും തമിഴ്നാട്, കേരള, ആന്ധ്ര ഈ ഏരിയയിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. പാലക്കാട്, കൊല്ലങ്കോട് ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരിചിതമായിരിക്കും അല്ലേ? അവിടെയാണ് ഈ കാവ് നിലകൊള്ളുന്നത്. ഒരുപാട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. ഒരു മുറൈ വന്തു പാർത്തായ, പിന്നെ കളിയാട്ടം, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മനസ്സുരുക്കി ഏതൊരു ആഗ്രഹവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയണത്. ഇവിടെ 2 തരം മൂർത്തി സങ്കല്പം, ദൈവിക സങ്കല്പം നിലകൊള്ളുന്നുണ്ട്. അധർമ്മവും ഉണ്ട്, ധർമ്മവും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഏരിയ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ധർമ്മത്തിൻ്റെയാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് മാംസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊണ്ടുവരില്ല. ഇവിടെ പ്യുവറായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ വേറൊരാളുണ്ട്. അതിൻ്റെ താഴെയാണ് ബലികർമ്മങ്ങളും പൂജകളും എല്ലാം നടക്കുന്നത്. ഇവിടെ ദൈവികമായിട്ടുള്ളതാണ്. ഇത് പരമശിവൻ്റെ ഒരു അവതാരമാണ് എന്നാണ് പറയുന്നത് കറുപ്പുസ്വാമി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ദേവിയുടെ സങ്കല്പവും പാർവതി ദേവിയായിട്ട് ഈ കറുപ്പുസ്വാമിയുടെ അടുത്ത് തന്നെ ദേവിയും ഉണ്ട്. ഇവിടെ എപ്പോഴും തുറന്നിട്ടിരിക്കുകയായിരിക്കും, ഇവിടെ അടക്കില്ല. അപ്പോൾ നമുക്ക് കയറി തൊഴാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇതങ്ങനെ ക്ലോസ് ചെയ്യില്ല. ഇവിടെ നമ്മുടെ ആഗ്രഹസാധ്യത്തിന് വേണ്ടി ഒരു സംഭവം നമുക്കിങ്ങനെ കെട്ടിയിടാം. ഇപ്പോൾ വള കെട്ടിയിട്ടിരിക്കുന്നത് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട് കെട്ടിണ്ട്, വീടിൻ്റെ രൂപം ഉണ്ടാക്കിയിട്ട് കെട്ടിയിടുന്നത് വീട് വയ്ക്കാനുള്ള ആഗ്രഹം. പിന്നെ അതേപോലെ തൊട്ടിൽ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ പേപ്പറിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് മാല പോലെയോ അങ്ങനെ ഒരു ചുറ്റി കെട്ടി അങ്ങനെ ഇടുന്നവരുമുണ്ട്. പിന്നെ അതല്ലാതെ വേറെ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 2 തരമാണ്, ധർമ്മവും ഉണ്ട്, അധർമ്മവും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തിൻ്റെ വഴിയിലാണെങ്കിൽ ഇവിടെ കോഴീനെ അറക്കുക അല്ലെങ്കിൽ ആടിനെ അറക്കുക, അങ്ങനത്തെ ആചാരങ്ങളുണ്ട്. മാംസം എന്നിട്ട് ആ ദൈവത്തിന് സമർപ്പിക്കും. ഇതേപോലെ മാംസം, ബീഡി, കള്ള് എല്ലാം ആ ദൈവത്തിന് സമർപ്പിക്കും. അതെങ്ങനെയാണ്? ഇവിടെ പാചകം ചെയ്യും. ഇവർ വന്ന് ഇവിടെ ഇങ്ങനെ ഒരു അടുപ്പ് പോലെ കൂട്ടിയിട്ട് ഈ പറഞ്ഞ ബലികർമ്മം ആ ആൽത്തറയിൽ ചെയ്ത് കഴിഞ്ഞ് അവർ അതിനെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കും. അങ്ങനെയാണ് ഇവിടെ നടന്നു വരുന്നത്. ഇത് ശനി, ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഈ ബലികർമ്മങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. ബാക്കി ദിവസങ്ങളിലൊന്നും ഇത് അലൗഡ് അല്ല. ബോർഡ് വെച്ചിട്ടുണ്ട് മദ്യം കഴിക്കരുത് അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടുത്തെ ആചാരം ഇങ്ങനെ ആയതുകൊണ്ട് ശനി, ഞായർ ദിവസങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യും. അത് മറ്റേ അധർമ്മത്തിൻ്റെ സൈഡിൽ. ധർമ്മത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ചുറ്റും ഇതേപോലെ വലിയ വലിയ ആലുകളാണ്. അത് നല്ല വേര് നല്ല ആയതുണ്ട്. പിന്നെ പട്ടികൾ, ഇഷ്ടം പോലെ നായകളാണ് അതിൻ്റെ ചുറ്റും. ഭൈരവ സങ്കല്പം ആയതുകൊണ്ടാണെന്ന് ആൾക്കാർ പറയും. പക്ഷേ എന്തോ അവിടെ മൊത്തം നായ്ക്കുട്ടികളും നായ്ക്കളും ഉണ്ട്. അപ്പോൾ ധർമ്മവും അധർമ്മവും ഒരേപോലെ കുടികൊള്ളുന്ന ഒരു കാവാണത്. അതിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്. നമ്മൾ ഏത് വഴി എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് യാത്രയിൽ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലൊന്ന് തൊഴുതു. അപ്പോൾ കൊല്ലങ്കോട്ടെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.